ചേർത്തലയിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനെ തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്തേക്ക് അയാളുടെ വീട്ടിൽ തെളിവെടുപ്പിന് പോലീസ് എത്തിച്ചിരിക്കുകയാണ്. പള്ളിപ്പുറത്തെ വീട്ടിൽ പുതിയതായി ഗ്രാനൈറ്റ് പാകിയ ഇടം, അവിടെ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യം, അതിന് ഗ്രാനൈറ്റ് നീക്കി പരിശോധന നടത്താനാണ് തീരുമാനം. മൃതദേഹം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള സംശയം ഉയർന്നിരുന്നു. അതുപോലെ വീട്ടുവളപ്പിലെ കുളം വറ്റിക്കുകയും ചെയ്യും. 2.5 ഏക്കർ സ്ഥലത്ത് വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നിപ്പോൾ എപ്പോഴാണ് തെളിവെടുപ്പിന് എത്തിച്ചത്? ഇപ്പോൾ ഈ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധന, തെളിവെടുപ്പ്, അതാണോ ഇനി നടക്കുക? ഇത് അല്പസമയം മുമ്പാണ് പ്രതിയുമായുള്ള വാഹനം ഈ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് എത്തിയത്. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. അതുകൂടാതെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി അകമ്പടിയോടെ ആണ് ഈ പോലീസ് സംഘം ഇവിടേക്ക് പ്രതിയുമായി എത്തിയത്. മാധ്യമങ്ങളെയോ നാട്ടുകാരെയോ ഒന്നും ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നുമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ അല്പം വിമുഖനായാണ് പ്രതി ഈ വാഹനത്തിലിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ മറ്റ് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ഉള്ളൊരു സെബാസ്റ്റ്യനെയാണ് നമുക്ക് കാണാനായത്. എന്നാൽ ഇപ്പോൾ വാഹനത്തിനകത്ത് തല കുനിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് സെബാസ്റ്റ്യൻ്റെ അവസാന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാനായത്. എന്തായാലും ഈ വീടിനുള്ളിലേക്ക് വാഹനവ്യൂഹം കടന്നിട്ടുണ്ട്. ഇപ്പോൾ അയാളെ പുറത്തിറക്കി. ആദ്യഘട്ടത്തിൽ വീടിന് പുറത്തായിരിക്കും പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും 3 സ്പോട്ടുകളിലാണ് പരിശോധന. അത് 2 കുളങ്ങളാണ്. 2 ചെറിയ മീനുകളെ വളർത്താനായി സെബാസ്റ്റ്യൻ നിർമ്മിച്ച 2 കുളങ്ങളുണ്ട്. ആ കുളങ്ങളിൽ മൃതാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന ഉണ്ടാകും. അവിടെ നിന്ന് അതിലേക്ക് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇട്ട് അത് മീനിനെ ഭക്ഷിക്കാനായി ഇട്ടുകൊടുത്ത ശേഷം അവശേഷിച്ച എല്ലുകൾ, അസ്ഥികൾ അത് പുറത്തെത്തിച്ച് കത്തിച്ചതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 സ്പോട്ടുകളിലുള്ള 2 കുളങ്ങളിൽ, ചെറിയ കുളങ്ങളിൽ പരിശോധന ഉണ്ടാകും. ആ 2 കുളങ്ങൾ വറ്റിക്കാനായാണ് ഫയർഫോഴ്സിൻ്റെ സഹായം തേടിയത്. ഫയർഫോഴ്സിൻ്റെ ആധുനിക മോട്ടോറുകളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചായിരിക്കും കുളം വറ്റിക്കുക. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടാണ്. അത് ഈ വീടിനുൾവശത്തുള്ള സെബാസ്റ്റ്യൻ്റെ കിടപ്പ് മുറിയാണ്. അവിടെയാണ് പ്രധാനമായും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുതിയതായി പഴയ ഗ്രാനൈറ്റ് എത്തിച്ച് പാകിയ ഒരു മുറിയുള്ളത്. ആ മുറിക്കുള്ളിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു കണ്ടെത്തൽ എന്നുള്ള നിലയിലേക്ക് ഒരു സംശയം നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് പരിശോധന നടക്കുന്ന 3 പോയിന്റുകൾ അത് സുപ്രധാനമാണ്. ഈ കേസിലേക്ക് എന്തെങ്കിലുമൊക്കെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് കിട്ടാൻ, അന്വേഷണ സംഘത്തിന് കിട്ടാനുള്ള അവസാന മാർഗം എന്നുള്ള നിലയിലൊക്കെ അതിനെ കാണാനാകും. നിലവിലൊരു കേസ് എന്നുള്ള നിലയിൽ ഇതിനെ ഫ്രെയിം ചെയ്യാനുള്ള ഒരു തെളിവുകളും കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അസ്ഥികൾ കിട്ടിയെങ്കിലും അത് ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതിൽ ഇട്ട ഒരു പല്ലാണ്, ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ തെളിയിക്കാനുണ്ടായിരുന്ന ഏക മാർഗം. അതുകൊണ്ട് തന്നെ അത് മനുഷ്യൻ്റെതാണെന്ന ആ ഒരു തെളിവിലൂടെ മാത്രം കണ്ടെത്തി. പിന്നീട് ഒരു ബുദ്ധിപരമായി തന്നെ സെബാസ്റ്റ്യൻ ഈ കാര്യത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു സീരിയൽ കില്ലിംഗ് എന്നുള്ള നിലയിലേക്ക് ഇതിന്റെ തെളിവെടുപ്പ് അതുകൊണ്ട് തന്നെ നിർണായകമാവുകയാണ്. സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് തുടരുകയാണ് പോലീസ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.